ആരെല്ലാം മഹത്വങ്ങൾ വർണ്ണിച്ചാലും സ്നേഹത്തിന്റെ അമ്മയ്ക്ക്, സത്യത്തിന്റെ അമ്മയ്ക്ക്, നീതിയുടെ അമ്മയ്ക്ക്, സകല നന്മകളുടെയും അമ്മയ്ക്ക് അഹങ്കരിപ്പാൻ, നിഗളിപ്പാൻ സാധ്യമല്ല. അവൾ പൂർവ്വവൽ വിനയാന്മതയായി തീർന്നു. അമ്മ പറഞ്ഞ്, എന്റെ ദേഹി കർത്താവിനെ പുകഴ്ത്തുന്നു, അല്ലാതെ ഞാൻ ഒരിക്കലും എന്നെ പുകഴ്ത്താറില്ല. പരിശുദ്ധമ്മ സദായിപ്പോഴും പുകഴ്ത്തുന്നത്, തുടിക്കുന്നത് ഒരാളെ മാത്രം. ആരെയാണ്? എന്റെ ദേഹി കർത്താവിനെ പുകഴ്ത്തുന്നു. എന്റെ ആത്മാവോ എന്നെ ജീവിപ്പിക്കുന്നവനായ ദൈവത്തിൽ സന്തോഷിച്ചിരിക്കുന്നു. ഉണ്ടോ ഭാഗ്യവതിയുടെ ലക്ഷണം? പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യം പറഞ്ഞ ഓർത്തെ, ആരാ ഭാഗ്യവതി, ആരാ ഭാഗ്യവാൻ? ദുഷ്ടന്മാരെ ആലോചനപ്രകാരം നടക്കാത്തവൾ എന്ന് പറഞ്ഞ ആരുടെ ആലോചന കേട്ട് നടക്കുന്നവൾ? നല്ലവരുടെ ആലോചന കേട്ട് നടക്കുന്നവൾ. നല്ലവൻ ആരേ ഉള്ളൂ? ഒരാൾ മാത്രം. ഒരിക്കൽ നമ്മുടെ കർത്താവിനെ ഒരു ചെറുപ്പക്കാരൻ വിളിച്ചു, നല്ലവനായ ഗുരു. കർത്താവിന് നല്ലവൻ എന്നുള്ള വാക്ക് തിരിച്ച് ഭംഗിയായി കൊടുത്തു. എന്താ മകനെ, നല്ലവൻ ഒരുവൻ മാത്രം സർവശക്തനായി ദൈവം. അപ്പോൾ ദുഷ്ടന്മാരുടെ ആലോചനപ്രകാരം നടക്കാത്തവൾ എന്ന് പറഞ്ഞാൽ നല്ലവന്റെ ആലോചന കേട്ട് നടക്കുന്നവൾ. എന്റെ ദേഹി കർത്താവിനെ പുകഴ്ത്തുന്നു. അമ്മ പറയുക, അമ്മയ്ക്ക് എപ്പോഴും നല്ലവനായ ദൈവത്തിന്റെ ആലോചനയെ മാത്രമേ ഉണ്ടായിരുന്നു. എന്തെല്ലാം അപഹാസങ്ങളും പരിഹാസങ്ങളും ഉണ്ടായാലും ജീവിതത്തിൽ നിന്ന് കരയുകയും എന്റെ ദൈവം എന്ന് വിളിക്കുകയും ചെയ്ത അമ്മ. നമുക്കറിയാമല്ലോ നമ്മുടെ അമ്മ ഭാഗ്യവതി. പ്രിയപ്പെട്ടവരെ, അവൾ ദൈവത്തിന്റെ ആലോചനയെ കേട്ടു. പാപികളുടെ വഴിയിൽ നിൽക്കാത്തവൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പരിശുദ്ധന്മാരുടെ വഴിയെ നടക്കുന്നവൾ. മാതാവ് ദേവാലയത്തിൽ വളർന്നവളാണ്. പുണ്യവാന്മാരായ പിതാക്കന്മാരെ പരിചരിച്ചും അവരുടെ ശുശ്രൂഷയിലും അവൾ വളർന്നു വന്നു. അവൾക്ക് 5 വയസ്സായപ്പോൾ അവളുടെ അപ്പനും അമ്മയും അവളെ ദൈവത്തിന് സമർപ്പിച്ചു. എന്തിനാണെന്ന് അന്നവരറിഞ്ഞില്ല. വാസ്തവത്തിൽ എന്തിനാണെന്ന് സമർപ്പിച്ച് അവ മുതൽ അന്ന് വരെയുള്ള മുഴുവൻ സ്ത്രീകളെയും സൃഷ്ടിച്ച ദൈവത്തിന് ഒരമ്മയെ ആവശ്യമായി വന്നു. എന്തിനാ? ഒന്നാമത്തെ അമ്മ ചെയ്ത അപരാധം മൂലം മൃതിപ്പെട്ട മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാൻ രണ്ടാമതൊരു ഹവ്വായെ ദൈവം നമുക്ക് വേണ്ടി തെരഞ്ഞെടുത്തു. അതുകൊണ്ടാണ് പരിശുദ്ധ കന്യാമറിയാമിനെ വിളിക്കുന്നത് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ. സ്ത്രീയിലല്ല, സ്ത്രീകളിൽ. ഹവ്വാ മുതൽ അന്ന് വരെയുള്ള, അന്ന് മുതൽ ഇന്ന് വരെയുള്ള, ഇന്നു മുതൽ എന്നേക്കുമുള്ള സകല സ്ത്രീകളിൽ സൃഷ്ടിക്കുന്നവനായ ദൈവം അവന് വേണ്ടി ഒരമ്മയെ വേർതിരിച്ചു. അതാണ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളായ ഭാഗ്യവതിയായ നമ്മുടെ അമ്മ. അവളുടെ പേര് ദൈവമാതാവ്. ആ അമ്മ എന്ത് ചെയ്തിരുന്നു? പരിശുദ്ധന്മാരുടെ വഴിയെ നടന്നിരുന്നു. ദേവാലയത്തിൽ തപസ്സാധ്യായം നിരതരായിരുന്ന് രാപകൽ ദൈവത്തെ സ്തുതിക്കും അറിഞ്ഞും ആദരിച്ചും അറിയിച്ചും കൊണ്ട് ജീവിച്ച ആ പരിശുദ്ധ പിതാക്കന്മാരെ പരിചരിച്ചും അവരുടെ ഇഷ്ടങ്ങൾ നോക്കി അവരെ ശുശ്രൂഷിച്ചു പോന്ന അമ്മ എവിടെ ഇരുന്നു? പരിശുദ്ധന്മാരുടെ വഴിയെ സഞ്ചരിച്ചിരുന്നു. അവൾ അബ്രഹാമിന്റെ ചരിത്രം പഠിച്ചിരുന്നു. അവൾ നോഹിന്റെ ചരിത്രം പഠിച്ചിരുന്നു. അവൾ ഏലിയാവിന്റെയും എലീശയുടെയും അങ്ങനെയുള്ള എല്ലാ പുണ്യവാന്മാരുടെയും ചരിത്രങ്ങൾ പഠിച്ചിരുന്നു. ആ പരിശുദ്ധമ്മ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാത്തവളായിരുന്നു. ആരാ പരിഹാസി? പരിഹസിക്കുന്നവനാരാ? ദോഷൻ. അങ്ങനെയാ പറയുന്നത്. പരിഹസിപ്പവൻ ആർക്കേ കഴിയൂ? പാപരഹിതനായ അവൻ ഒരിക്കലും പരിഹസിക്കുകയില്ല. മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുക, ആ കുറ്റങ്ങൾ പൊക്കിപ്പിടിക്കുക, ആ കുറ്റങ്ങൾ കണ്ട് അവനെ നശിപ്പിക്കുക, അവളെ ചീത്തയാക്കുക, ഇതിനുവേണ്ടി ശ്രമിക്കുന്നവന്റെ പേരാണ് പരിഹാസി. പരിഹാസിക്ക് നല്ല ഭാഷയിൽ പേരെന്താണെന്നറിയാവോ? അജ്ഞാനി, അറിവില്ലാത്തവൻ. ലോകത്തിന്റെ മഹത്വങ്ങളെയും ലോകത്തെയും അറിയാത്തവർ പലപ്പോഴും അറിഞ്ഞുകൂടാത്ത മഹത്വങ്ങളെ അറിയാൻ ആഗ്രഹിക്കാതെ തനിക്ക് മാത്രം ലഭിച്ച അറിവിനെ ഏറ്റവും വലുതായി വിചാരിച്ചുകൊണ്ട് മറ്റുള്ള മഹത്തായ മഹത്വജനങ്ങളെ നിന്നയാക്കി നിസാരമാക്കിക്കൊണ്ടിരിക്കുന്ന അവന്റെ പേര് പോഷൻ. എല്ലാം അറിയുന്നവൻ,
കൂടുതൽ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കും. അറിവ് ആർജിക്കാനുള്ള മനുഷ്യന്റെ ആവേശം തുടങ്ങാത്തതാണ്. അറിവ് കൂടുന്തോറും അവൻ വിനീതനായി തീരും. സംസ്കൃതത്തിലൊരു ശ്ലോകമുണ്ട്, കളവ പക്വശാലിന്യ സമ്പദ്ഭൂരഭൂമുഖ. വയലേലകളിൽ നിറഞ്ഞു നിൽക്കുന്ന കതർമണികൾ അത് വെറും പഴുതായിരിക്കുന്ന അവസരത്തിൽ കൃഷിക്കാരായ നമ്മുടെ അപ്പന്മാർക്കറിയാം, അത് വിരിഞ്ഞു വന്ന പൂവാകുന്ന അവസരത്തിൽ വടി പോലെ നിൽക്കും. എന്നാൽ അത് നെന്മണികളെ കൊണ്ട് നിറഞ്ഞ് മൂത്ത് പഴുത്തു കഴിയുമ്പോൾ അവരങ്ങളുടെ ശിരസുകളെ തുരുക്കുന്നു. കളമ പക്വശാലിന്യ സമ്പദ്ഭൂര ഭൂമുഖ. നെൽമണികൾ നിറഞ്ഞ കതിർപ്പുരകൾ തങ്ങളുടെ ശിരസുകളെ നമിക്കുന്നത് പോലെ ജ്ഞാനത്തിൽ, വിവേകത്തിൽ, ശ്രേഷ്ഠതയിൽ കുറ്റിയവൻ തന്റെ ശിരസിനെ നമിക്കുന്നു. അവൻ ആരുടെയും കുറ്റം കണ്ടെത്തുന്നില്ല, അവൻ ആരെയും കുറ്റം പറയുന്നില്ല. എന്തെന്നാൽ അവന്റെ കുറ്റങ്ങളെ പറ്റി അവൻ ബോധവാനാവുന്നു. പതിവഴിയായ പരിശുദ്ധ കന്യമർത്തവരുടെ അമ്മ എപ്പോഴും അവളെ തന്നെ കാണുകയും അവളോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. ലോകത്തിലേക്കും വലിയ അറിവതാണ്. ഏറ്റവും വലിയ അറിവെന്താണ്? അവനവനെ തന്നെ കാണുക. അവനവനെ കാണാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ അറിവില്ല. അതെന്ത് വേണം? അതിനൊരു പ്രമാണമുണ്ട്. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന നമുക്ക് നാം ഉടുത്തിരിക്കുന്ന വസ്ത്രങ്ങളെ പറ്റി പൂർണ്ണമായ ബോധമില്ല. അതിന് പലപ്പോഴും പുരുഷന്മാരെ സ്ത്രീകളോട് ചോദിക്കും, ഞാനേ നമ്മുടെ ഈ തുണിയിലൊക്കെ മതിയോ? അപ്പൊ ആ സ്ത്രീ പറയും, ഒരാൾക്ക് ലാഭിക്കാൻ ഇല്ല, ധാരാളം മതി, രാത്രിയല്ല, ഇത് മതി. ഇത് മാറണമെന്ന് പറഞ്ഞാൽ അവർ പിന്നെ കൈകിട്ട് വരും. അത് ഇത് മതി, രാത്രിയല്ലേ, ആര് കാണാൻ. ചുരുക്കത്തിൽ രാത്രിയിൽ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെ അപര്യാപ്തത ആരും ഗൗനിക്കാറില്ല, കണക്കാക്കാറില്ല. അവരെന്തെങ്കിലും മുറിവോ അല്ലെങ്കിൽ എന്തെങ്കിലും ചുളിവോ ഉണ്ടെങ്കിലും അത് വിഷയമല്ല. ഇരുട്ടുകൊണ്ട് അത് പരിഹരിക്കപ്പെടുന്നു. എന്നാൽ പകൽ ആരും ചോദിക്കാറില്ല, ഇത് മതിയോ? അവൾ തന്നെ അറിയാം. നോക്കുമ്പോ ഇത് പോരാ, ഈ ഭിന്നിനത് പോരാ, നല്ല വസ്ത്രം ധരിക്കണം. ചുരുക്കത്തിൽ ശരീരത്തിന്റെ വസ്ത്രമാകുന്ന, ആത്മാവിന്റെ വസ്ത്രമാകുന്ന ശരീരം, നമ്മുടെ ആത്മാവിന്റെ വസ്ത്രമാകുന്ന ശരീരം പാപത്തിൽ ഉറപ്പെട്ടതെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ചൊരിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ ബോധ്യമാകാൻ പ്രകാശത്തിന്റെ സാന്നിധ്യം അനിവാര്യമാകുന്നു. ആരാണ് ആ പ്രകാശം? ആൻഡ് ദ ലൈറ്റ് ഓഫ് ദി വേൾഡ്. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ, യോഹന്നാൻ ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ ദൈവം വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ നമ്മുടെ ദൈവം വെളിച്ചമാകുന്നു. വെളിച്ചം പരിശുദ്ധിയെ വെളിവാക്കുന്നെങ്കിൽ അന്ധകാരം പാപത്തെ കാണിച്ചു തരുന്നു. ഇരുളിന്റെ മക്കൾ, പൈശാചിക വൃന്ദങ്ങൾ, നിങ്ങൾ പ്രകാശത്തിന്റെ സന്തതികൾ, നിങ്ങൾ സ്വർഗീയരുടെ താതാത്മ്യമുള്ളവർ എന്ന് നമ്മുടെ കർത്താവ് പഠിപ്പിച്ചതിനെ ഈ അവസരത്തിൽ ഓർക്കാം. ഭാഗ്യവതിയായ മാതാവ് പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരുന്നിരുന്നില്ല. പരിഹാസി അവിവേകിയാണ്. അവൾ എവിടെ ഇരുന്നിരുന്നു? ജ്ഞാനികളുടെ അടുത്തിരുന്നിരുന്നു. കേൾക്കാൻ കുതൂഹലം, അറിയാൻ അഭിവാഞ്ച, ഉൾക്കൊള്ളാൻ സന്നദ്ധത, അറിവിനെ ലോകത്തോട് സന്വേഷിക്കുവാനുള്ള ത്യാഗം, ഇതാണ് വിശുദ്ധ മറിയാമിനുണ്ടായിരുന്നത്. അറിയാനുള്ള ആകാംക്ഷ, പറയാനുള്ള താമസം. ഇത് വേദപുസ്തകത്തിൽ നമ്മൾ വായിച്ചു. മറിയാം അധികം സംസാരിച്ചിരുന്നില്ല. അവൻ ഈ വന്ന കാര്യങ്ങളെല്ലാം അവളുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരുന്നു. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, കേൾക്കാൻ ധൃതിയും പറയാൻ താമസവും ഉണ്ടായിരിക്കും. മറിയാം സ്വയം പഠിച്ചിരുന്നു, സ്വയം കണ്ടിരുന്നു. അവൾ സ്വയമായി ദൈവസന്നിധിയിൽ അംഗീകാരമുള്ളവളായി തീർന്നു. കാരണം അവൾ നല്ലവനായ ദൈവത്തിന്റെ ആലോചന കേട്ടു. അവൾ പരിശുദ്ധന്മാരുടെ മാർഗത്തെ അവലംബിച്ചു. അവൾ ജ്ഞാനികളുടെ ഇരിപ്പിടത്തിൽ ഇരുന്നു. അവൾ ദൈവത്തെ കണ്ടു, ദൈവത്തെ ഉൾക്കൊണ്ടു, ദൈവാലയമായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ആ ഭാഗ്യവതിയായ അമ്മയെ പരിഹസിക്കുന്നവൻ പരിശുദ്ധാത്മാവിനാൽ ശപിക്കപ്പെട്ടവനാകുന്നു. ഇത്